നമ്മുടെ കേരളത്തിൽ ഒരു പക്ഷേ ഭാഗ്യമൊക്കെ വരുന്നത് ലോട്ടറിയിലൂടെയോ അല്ലെങ്കിൽ വല്ല റിയാലിറ്റി ഷോയിലൂടെയൊക്കെ ആണെങ്കിൽ അങ്ങ് വടക്കേ ഇന്ത്യയിൽ പാവങ്ങളുടെ ജീവിതം പോലും മാറ്റിമറിക്കുകയാണ് വജ്രഖനി ഭൂമികൾ. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നായ വജ്രം അല്ലെങ്കിൽ ഡയമണ്ട് അഥവാ വൈരം ഇക്കഴിഞ്ഞ നാളിൽ പാട്ടത്തിനെടുത്ത ഒരു ചെറിയ ഖനിഭൂമിയിൽ നിന്ന് രണ്ട് യുവാക്കൾക്ക് ലഭിച്ചു. ഈ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും വൈറലാകുന്നത്. അതായത് ലക്ഷങ്ങൾ വിലയുള്ള വജ്രക്കല്ലുകൾ ഇവർ ഈ ഖനഭൂമിയിൽ നിന്നും ഏറെ കഷ്ടപ്പെട്ട് സ്വന്തമാക്കുകയായിരുന്നു. ഇതൊരുപക്ഷേ കഠിനാധ്വാനത്തിൻ്റെ ഫലം എന്ന് വേണം പറയാൻ. സംഭവം എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഏറെ കൗതുകമാണ്. കടവും കുടുംബ പ്രാരാബ്ദവും പെങ്ങളുടെ വിവാഹവുമെല്ലാം തൻ്റെ മേൽ വന്നു ചേർന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനായ 24-കാരൻ സതീഷ് ഖാദിയും തൻ്റെ കൂട്ടുകാരനായ 23-കാരൻ സാജിദ് മുഹമ്മദും കൂടി ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കണം. അതിനായി ഇവർ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ കവർച്ച ചെയ്യാനോ ഒന്നുമല്ല തീരുമാനിച്ചത്. പലരും പറഞ്ഞു കേട്ട അറിവ് വെച്ച് വജ്രഖനി ഭൂമിയിൽ ഒന്ന് ഉഴുതുമറിക്കാനായിരുന്നു തീരുമാനം. അതിനായി ഇവർ ചെയ്തതാകട്ടെ 200 രൂപ ഡിപ്പോസിറ്റ് നൽകി 6 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വജ്രഖനി പാട്ടത്തിന് എടുക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിനായി ഒരു രത്നമെങ്കിലും കണ്ടെത്താമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരുവരും വജ്രഭൂമി പാട്ടത്തിനടുത്ത് കുഴിക്കാൻ ആരംഭിച്ചത്. തുടർന്ന് സതീഷിന് 15.34 ക്യാരറ്റ് മൂല്യമുള്ള ഒരു വജ്രം ലഭിച്ചു. ഏകദേശം 50 മുതൽ 80 ലക്ഷം രൂപ വരെ ഇതിന് ലഭിക്കുമെന്നാണ് ഗവേഷകർ പോലും കണക്കാക്കുന്നത്. വർഷങ്ങളായി ദാരിദ്ര്യത്തിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തുകയാണ് ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. 2025 ഡിസംബർ 31 വരെ കാലയളവിനാണ് സതീഷ് ഈ ഖനി നവംബർ 29 പാട്ടത്തിനെടുത്തത്. നവംബർ 29 തീയതി മുതൽക്ക് അദ്ദേഹവും തൻ്റെ കൂട്ടുകാരനും കൂടി കുഴിച്ച് രാപ്പകൽ വിശ്രമിക്കാതെ മുഴുവൻ പ്രദേശവും ഉഴുതുമറിച്ചു. ഒടുവിൽ ആ ഭാഗ്യം അവരെ തേടിയെത്തുകയായിരുന്നു. 15.34 ക്യാരറ്റുള്ള 2 വജ്രക്കല്ലുകളാണ് ഇവർ കണ്ടെത്തിയത്. ഖനനം ചെയ്ത് കിട്ടിയ വജ്രം ഇരുവരും അധികാരികളെ ഏൽപ്പിച്ചു കഴിഞ്ഞു. രത്നത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ചതിന് പിന്നാലെ ഓരോ കല്ലിനും 50 ലക്ഷം രൂപ വീതം വില വരും എന്നാണ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. വരാനിരിക്കുന്ന ലേലത്തിൽ ഇത് വിൽപ്പനയ്ക്ക് വയ്ക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പണം ലഭിച്ചു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന തങ്ങളുടെ സഹോദരിമാരുടെ വിവാഹം നടത്തുന്നതിനാണ് എന്നും യുവാക്കൾ പറയുകയാണ്. ഇരുവരും റാണിഗഞ്ചയിലാണ് താമസിക്കുന്നത്. സതീഷ് ഒരു ചെറിയ ഇറച്ചിക്കട നടത്തുന്നുണ്ട്. സാജിദ് ജോലി ചെയ്യുന്നത് ഒരു പഴക്കടയിലാണ്. സാജിദിന്റെ മുത്തച്ഛനും അച്ഛനുമെല്ലാം ഇത്തരത്തിൽ ഖനി പാട്ടത്തിനടുത്ത് ഭാഗ്യം പരീക്ഷിച്ചിട്ടുമുണ്ട്. എന്നാൽ അവർക്ക് ഇത്രയും വില കൂടിയ വജ്രങ്ങളൊന്നും ലഭിച്ചിട്ടില്ല എന്നും ഇവർ പറയുകയാണ്. എന്തായാലും വജ്രങ്ങളുടെ നഗരമായ പന്നയിൽ ഇത്തരത്തിൽ നിരവധി പേരാണ് ഭാഗ്യപരീക്ഷണം നടത്താൻ എത്തുന്നത്. കഴിഞ്ഞ മാസം 6ഓളം കർഷകർ ഇവിടെ നിന്ന് വജ്രങ്ങൾ കണ്ടെത്തിയെന്നാണ് വിവരങ്ങൾ. അവയിൽ 3 എണ്ണത്തിന് ഏകദേശം 12 ലക്ഷത്തോളം രൂപ വിലയും വരും. ലക്ഷങ്ങൾ വിലമതിക്കുന്ന വജ്രങ്ങൾ ലഭിച്ചതോടെ ഇത് ഇവിടെയുള്ളവരിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. ഈ സംഭവം കേട്ട് നമ്മുടെ മടിയന്മാർ അല്ലാത്ത കഠിനാധ്വാനികളായ മലയാളികൾക്ക് ഒരുപക്ഷെ വജ്രം കുഴിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും വേഗം മധ്യപ്രദേശിലേക്ക് വണ്ടി വിട്ടോ. ഇനി ഒട്ടും താമസിക്കേണ്ട, ഒരുപക്ഷെ ആ ഭാഗ്യം നിങ്ങളെ തേടിയും എത്തിയിരിക്കാം.